അപ്പോൾ ലീവിന് വന്നിട്ട് ആദ്യത്തെ ഞായറാഴ്ച ഫസ്റ്റ് ഇറച്ചിക്കറി അമ്മച്ചിയുടെ വക നല്ല ചട്ടിക്കലത്തിൽ വറുത്തരച്ച ബീഫ്. അപ്പോൾ അതിനുള്ളിൽ ബീഫ് മേടിച്ചിട്ട് നുറുക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ പോകണം ഞങ്ങൾ. അപ്പോൾ കഴിഞ്ഞ 1.5 മാസത്തെ സിംഗപ്പൂരത്തെ ഡേ ഷിഫ്റ്റിലെ നല്ല അടിപൊളി ചൂടിൽ നിന്ന് നാട്ടിലത്തെ കിടലിൽ മഴയിലേക്ക് വന്നേക്കാണ്. അപ്പോൾ മഴയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണക്കാനിട്ടുള്ള ഡ്രസ്സുകൾ മാത്രം മതി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ലീവിന് വന്നിട്ട് നമ്മൾ ബീഫ് വറുത്തരച്ച് വയ്ക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അത് തന്നെ ബീഫ് അതിന് നന്നായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സവാള, ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഈ പച്ചമുളക് സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചട്ടിക്കൽ എടുത്തിട്ട് ആദ്യം നമ്മൾ നുറുക്കി വെച്ചാൽ ബീഫ് ഇടുക. അതിനകത്ത് ഈ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും മാത്രം ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇടിച്ച് വെച്ചേക്കണം നമ്മുടെ ചെറുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടിട്ട് നന്നായിട്ട് തിരുമ. കുറച്ച് സവാളയുടെ അതേപോലെ തന്നെ നമ്മൾ നാടൻ കറിവേപ്പില ഇടുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ നന്നായിട്ട് അങ്ങോട്ട് തിരുമ. ഇതിനകത്തേക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് തിരുമിയിട്ട് ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഈ സംഭവം നേരെ പൊക്കിയെടുത്ത് നല്ല വിറകടുപ്പിലേക്കാണ് കയറ്റി വയ്ക്കുക. നന്നായിട്ട് തീ എത്തിക്കുക, ചെറുതായിട്ടൊന്ന് മൂടി വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വിറകടുപ്പിൽ നമ്മൾ സംഭവം വയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഫ്ലെയിം ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്കും തുറന്ന് നോക്കിയിട്ട് സംഭവം അടിയിൽ പിടിക്കണമെന്ന് നോക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കാൻ പോകുന്നത്. നമ്മളിവിടെ ഒരു മുഴുവൻ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ 3/4 ഭാഗം ചിരണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ 3/4 ഭാഗം കൊണ്ടാണ് നമ്മളിവിടെ തേങ്ങ അരപ്പുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പത്തേക്ക് വെക്കുക, നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കുക, നന്നായിട്ട് വറക്കുക. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കാണെങ്കിൽ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, അതേപോലെ തന്നെ നമ്മുടെ പെരുംജീരക സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി അത്രയും സംഭവങ്ങൾ മാത്രം ചേർത്ത് നന്നായിട്ടാണ് വറുത്തെടുക്കുക. ഈ വറുത്തെടുത്ത സംഭവം നമ്മൾ നേരെ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിനകത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അധികം വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് അങ്ങനെ അടുപ്പത്ത് കിടന്നിട്ട് മൺകലത്തിൽ നന്നായിട്ട് വെന്ത് ഈ ഒരു സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ അരപ്പ് നേരെ അതിനകത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടാണ് മിക്സ് ചെയ്തിട്ട് വീണ്ടും ആ ഒരു തീ കൊണ്ട് കത്തിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താ അവസാനം നമ്മളൊരു താളിപ്പുണ്ട്, അതാണ് ഈ സംഭവം ചെയ്യാൻ പോണത്. അപ്പോൾ ബീഫൊക്കെ നല്ല സെറ്റായിട്ട് വരുമ്പോഴേക്കും ഒരു ചെറിയ ഉള്ളി അതേപോലെ തന്നെ കുറച്ച് കൊല്ലമുളക് സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് ഒന്ന് താളിച്ചൊഴിക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് വറുത്തരച്ച സംഭവം ഇങ്ങനെ ആവിയോട് കൂടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീഫ് വറുത്തരച്ചപ്പോൾ നമുക്ക് ഇന്നൊരു ചക്ക ഇട്ടിട്ടുണ്ട്. ചക്ക നന്നായിട്ടൊന്ന് ഒലത്തി ആ ബീഫ് വറുത്തരച്ചും ചക്കയുടെ കൂടിയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അമ്മച്ചി ഓൾറെഡി ചക്കയും അടുപ്പത്ത് ഇരിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കയും അതാ ഒലത്തി വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഗ്രേവിയും അതേപോലെ തന്നെ ബീഫും കൂടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ സംഭവങ്ങളൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം കിടലിനാണ്. പണ്ട് തുടങ്ങി നമ്മുടെ വീട്ടിൽ വല്ലപ്പോഴൊക്കെ ഞായറാഴ്ച വെക്കാറുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ വെക്കേഷനിലെ വിശേഷങ്ങൾ തീരുന്നില്ല. മറ്റൊരു കിടലൻ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.